കൊടൈക്കനാലിൽ നടക്കുന്ന വലിയൊരു സ്കാം അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക പറ്റിക്കൽ പരിപാടിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ പളനി വരെ നമുക്ക് ട്രെയിനിൽ പോവാം. നാട്ടിൽ നിന്ന് ട്രെയിൻ ഓപ്ഷൻ ഉണ്ട് പളനി വരെ. വൈദ്യുതി ഒന്ന് പളനിയിൽ കയറി പളനി മുരുകനെ കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഇവിടെ അങ്ങനെ വീഡിയോസൊന്നും പാടില്ല, അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. കുറേ പേര് മുട്ടയടിക്കുന്നതും കാവടി തള്ളുന്നതും ശൂലം കുത്തുന്നതൊക്കെ കണ്ടു. ഇവിടെ പളനിയിൽ പോകുന്നത് തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കേബിൾ കാറും, ഒന്നൊരു ട്രെയിൻ പോലത്തെ സാധനം, പിന്നെ നടന്നും കയറാം. നമ്മളൊരു ട്രെയിൻ പോലത്തെ സാധനമാണ് വെച്ചത്. അപ്പോൾ പളനി അമ്പലത്തിലൊക്കെ കയറി. അപ്പോൾ ഇനി ഞാൻ കമ്മിങ് ബാക്ക് ടു മൈ പോയിൻറ്റ്, ഞാൻ പറയാൻ പോകുന്നത് സ്കാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പളനി മുതൽ നമുക്ക് ട്രെയിനില്ല. അപ്പോൾ പളനി ടു കൊടൈക്കനാൽ, അല്ലെങ്കിൽ കൊടൈക്കനാലിൽ നിന്ന് നമുക്ക് വില്ലേജ് പൂണ്ടി അങ്ങനത്തെ വില്ലേജിലൊക്കെ പോകാൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ടാക്സി, ഒന്ന് ബസ്. അപ്പോൾ ടാക്സി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവിടെയുള്ള നാട്ടുകാരും ടാക്സിക്കാരും ഒക്കെ നമ്മളെ സ്കാമിലേക്ക് ഉന്തിത്തള്ളിയിടും. വേറെ ഒന്നുമില്ല, ഒരു ബസ്സിൻ്റെ ടൈം കറക്റ്റ് പറഞ്ഞില്ല, തെറ്റിച്ച് പറഞ്ഞു തരും ഒന്നാമത്. എന്നിട്ട് അപ്പോൾ നമ്മൾ നിവൃത്തിയില്ലാണ്ട് എന്ത് ചെയ്യും, 5,000-6,000 റുപ്യ കൊടുത്തിട്ട് ടാക്സി പിടിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ടൈമിങ് കറക്റ്റ് അതിൻ്റെ സ്ഥലത്ത് പോയിട്ട് തന്നെ ചോദിക്കുക. ബസ് ഇടക്കിടക്കില്ല, വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ബസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബസ് 12 മണിക്കുള്ള ബസ്സിന് 11 മണിക്കായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ടിക്കറ്റ് എടുക്കണം, 2 സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കണം. ആദ്യം ഒരു ഫ്രീ ടിക്കറ്റ് എടുക്കണം, പിന്നെ മറ്റേ ടിക്കറ്റ് സാധാരണ നമ്മൾ നോർമൽ ടിക്കറ്റ് എടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. 12 മണീൻ്റെ ബസ്സിന് 11 മണിക്കെങ്കിലും അവിടെ എത്തി കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ മക്കളെ. അപ്പോൾ ബസ് മിസ്സാക്കാൻ നിൽക്കേണ്ട, ടാക്സി പിടിച്ച് പോകേണ്ടി വരും.